വളരെ പരമ്പരാഗത കാലം മുതൽ തന്നെ പ്രാദേശിക ഇന്ത്യൻ സംസ്കാരങ്ങളിൽ മതപരവും ഔഷധാവശ്യങ്ങൾക്കും അവശ്യ എണ്ണയ്ക്കും വേണ്ടി ഉപയോഗിച്ചു വരുന്ന ഒരു സസ്യമാണ് തുളസി. സാധാരണയായി ഹോളി ബേസിൽ അല്ലെങ്കിൽ തുളസി എന്ന് വിളിക്കപ്പെടുന്ന ഓസിഫം ടെനിഫ്ലോറം എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഈ തുളസി ലാമിയസി കുടുംബത്തിലെ ഒരു സുഗന്ധ സസ്യമാണ്. തുളസി ചെടിയുടെ സവിശേഷത വളപ്രയോഗം, കീടങ്ങളും രോഗങ്ങളും, പാരമ്പര്യ വൈദ്യ ഉപയോഗം, ഭക്ഷ്യ ഉപയോഗം, പുനരുൽപാദനം എന്നിവയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങൾ വിശദമായി അറിയാൻ വീഡിയോ മുഴുവനായും കാണുക. കൂടാതെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടികളെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്ന് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓസ്ട്രേലിയ, മലേഷ്യ, ഏഷ്യ, പടിഞ്ഞാറൻ പസഫിക് എന്നിവിടങ്ങളിലെ ഉഷ്ണമേഖല, ഉപോഷ്ണമേഖലാ പ്രദേശമാണ് ഇതിന്റെ ജന്മദേശമെന്ന് ഒരു കൂട്ടർ പറയുന്നു. മറ്റൊരു കൂട്ടർ ഈ ചെടിയുടെ ജന്മദേശം ഇന്ത്യൻ ഉപഭൂഖണ്ഡമാണെന്ന് പറയുന്നു. എങ്കിലും ഇത് തെക്കുകിഴക്കൻ ഏഷ്യയിൽ ഉടനീളം വളർന്നു കാണപ്പെടുന്നു. സാധാരണയായി ഈ മേഖലയിൽ വ്യാപകമായി കൃഷി ചെയ്തു വന്നിരുന്ന തുളസി കൃഷിയിൽ നിന്നും രക്ഷപ്പെട്ട് അമേരിക്കയിലെ പല ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും സ്വാഭാവികമായി മാറിയിരിക്കുന്നു. ഇതവിടെ ഒരു കാർഷിക പരിതസ്ഥിതി കളയാണ്. സംസ്കൃതത്തിൽ മാഞ്ചരി, കൃഷ്ണ തുളസി, സുരസ, ഗ്രാമ്യ, സുരഭി, ബഹുമഞ്ചരി, ഭൂതഖ്നി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന തുളസിയെ മലയാളത്തിൽ നീറ്റുപച്ച എന്നും വിളിക്കുന്നുണ്ട്. ഇംഗ്ലീഷിൽ ഇതിനെ രാജകീയം എന്നർത്ഥത്തിലാണ് ബേസിൽ എന്ന് വിളിക്കുന്നത്. ഇന്ത്യയിൽ എല്ലായിടത്തും കണ്ടുവരുന്ന ഈ ഔഷധ സസ്യം പുണ്യസസ്യമായി വീട്ടുമുറ്റത്തും ക്ഷേത്ര പരിസരത്തും നട്ടു വളർത്താറുണ്ട്. കേരളത്തിൽ ഹൈന്ദവ ഗൃഹങ്ങളുടെ മുറ്റത്ത് ഒരു തുളസിത്തറ തന്നെ നിർമ്മിച്ച് അതിൽ ഈ സസ്യം നട്ടു വളർത്തി സംരക്ഷിച്ചു വന്നിരുന്നു. ഇത് കൂടാതെ പൂജകൾക്കും മാല കോർക്കുന്നതിനും ഇത് വ്യാപകമായി ഉപയോഗിച്ചു കണ്ടുവരുന്നു. പരക്കെ അറിയപ്പെടുന്ന വാസനയുള്ള ഒരു സസ്യമാണ് തുളസി. ആയുർവേദത്തിലെ ത്രിമൂർത്തികളിൽ ഒരാളായ ചരകന്റെ വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥമായ ചരക സംഹിതയിൽ പരാമർശിച്ചിട്ടുള്ള ഈ തുളസി പിരിമുറുക്കം കുറയ്ക്കാനുള്ള ഒരു ഔഷധ സസ്യമായി എടുത്തു പറയുന്നുണ്ട്. ഇതുകൂടാതെ പരമ്പരാഗത കാലം മുതൽ തന്നെ ആയുർവേദത്തിലും സിദ്ധവൈദ്യത്തിലും ഔഷധാവശ്യത്തിനായി ഉപയോഗിച്ചു വന്നിരുന്നു. ഇത് തുടർന്നുള്ള ഭാഗങ്ങളിൽ വ്യക്തമാക്കാം. സംസ്കൃതത്തിൽ തുളസി എന്നാൽ സാമ്യമില്ലാത്തത് എന്നാണ് അർത്ഥം. തുളസിയുടെ ഗുണങ്ങളുള്ള മറ്റൊരു ചെടിയും ഇല്ലാത്തതിനാലാണ് ഈ പേര് ഇതിന് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഹിന്ദിയിലും തമിഴിലും മലയാളത്തിലും തുളസി എന്ന് തന്നെയാണ് ഇതിന്റെ വിളിപ്പേര്. ഹിന്ദു മതവിശ്വാസികൾ തുളസിയെ പാവന സസ്യമായി കരുതുന്നു. മഹാവിഷ്ണുവിന്റെ പത്നിയായ ലക്ഷ്മി ദേവിയാണ് ഭൂമിയിൽ തുളസിച്ചെടിയായി അവതരിച്ചതെന്നാണ് ഹൈന്ദവ വിശ്വാസം. സരസ്വതി ശാപം നിമിത്തം ലക്ഷ്മി ദേവി ധർമ്മധ്വജൻ എന്ന രാജാവിന്റെ പുത്രിയായ തുളസിയായി ജനിക്കുകയും ബ്രഹ്മാവിന്റെ അനുഗ്രഹത്താൽ വിഷ്ണുവിന്റെ അംശമായ ശംഖചൂഡൻ എന്ന അസുരനെ വിവാഹം ചെയ്യുകയും ചെയ്തു. പത്നിയുടെ പാതിവ്രത്യം നശിച്ചാൽ മാത്രമേ മരണം ഉണ്ടാവുകയുള്ളൂ എന്ന വരം ശംഖചൂഡന് ലഭിച്ചിരുന്നതിനാൽ ദേവന്മാർ ശംഖചൂഡനെ വകവരുത്താനായി വിഷ്ണുവിന്റെ സഹായം തേടി. ശംഖചൂഡന്റെ രൂപം സ്വീകരിച്ച മഹാവിഷ്ണു തുളസി ദേവിയെ തെറ്റിദ്ധരിപ്പിച്ചു. കബളിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ദേവി കൃത്രിമ ശംഖചൂഡനെ ശപിക്കാൻ മുതിർന്നെങ്കിലും മഹാവിഷ്ണു സ്വരൂപം കൈക്കൊള്ളുകയും ദേവിയെ സമാശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ തുളസി ദേവി ശരീരം ഉപേക്ഷിച്ച് വൈകുണ്ഠത്തിലേക്ക് പോയപ്പോൾ ദേവിയുടെ ശരീരം ഗണ്ഡകി എന്ന പുണ്യ നദിയായി തീർന്നുവെന്നും തലമുടി തുളസിച്ചെടിയായി രൂപാന്തരപ്പെട്ടു എന്നും ഐതിഹ്യം പറയുന്നു. അതുകൊണ്ട് തുളസിയുടെ ഇല, പൂവ്, കായ്, വേര്, ചില്ല, തൊലി, തടി എന്നിവയും പ്രയോജനകരമായ എൻഡോഫിറ്റിക് ഫംഗസുകൾ ഉള്ളതായി അടുത്തിടെ കണ്ടെത്തിയ ഇത് വളരുന്ന മണ്ണും വളരെ കാലം മുമ്പ് തന്നെ ദൈവികതയുടെ അംശമായി കണക്കാക്കിയിരുന്നു. തുളസിയുടെ വിറകിനാൽ ദഹിപ്പിക്കുന്നവരുടെ ആത്മാവിന് പാപമുക്തിയുണ്ടായി വിഷ്ണു ലോകത്തിൽ സ്ഥാനം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു. തുളസി തീ കൊണ്ട് വിഷ്ണുവിന് ഒരു വിളക്ക് വെച്ചാൽ അനേക ലക്ഷം വിളക്കിന്റെ പുണ്യഫലം നേടുമെന്നും തുളസി അരച്ച് ദേഹത്ത് പൂശി വിഷ്ണുവിനെ പൂജിച്ചാൽ ഒരു ദിവസം കൊണ്ട് തന്നെ 100 പൂജയുടെയും 100 ഗോദാനത്തിന്റെയും ഫലം ലഭിക്കുമെന്ന് പത്മപുരാണം 24-ാം അധ്യായത്തിൽ പറയുന്നു. തുളസി വിവാഹ എന്നത് പ്രബോധിനി ഏകാദശിക്കും കാർത്തിക പൗർണമിക്കും ഇടയിൽ നടത്തുന്ന ആചാരപരമായ ഒരു ഉത്സവമാണ്. ഇതുകൂടാതെ കാർത്തിക സമയത്ത് എല്ലാ വൈകുന്നേരങ്ങളിലും വിളക്ക് കത്തിച്ച് തുളസിച്ചെടിയെ ആരാധിക്കുന്നതായി കണ്ടുവരുന്നു. കേരളത്തിലെ പരമ്പരാഗത ഹൈന്ദവ ഭവനങ്ങളിലും ബംഗാളി ഹിന്ദുക്കളും എല്ലാ വൈകുന്നേരങ്ങളിലും തുളസിച്ചെടിക്ക് മുന്നിൽ വിളക്ക് വയ്ക്കുന്നു. തുളസിയിലെ ഉയർന്ന യുജിനോൾ ഉള്ളടക്കത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഗ്രാമ്പു പോലുള്ള സുഗന്ധം ദൈവികതയുമായി ബന്ധിപ്പിക്കുകയും കൊതുകുകൾ, ഈച്ചകൾ, മറ്റു ദോഷകരമായ പ്രാണികൾ എന്നിവയെ തുരത്തുകയും ചെയ്യുന്നു. വൈകുന്നേരവും പ്രഭാതത്തിലും ആചാര ചടങ്ങുകളുടെ ഭാഗമായി ഇതിന്റെ ഇലകൾ കഴിക്കുകയോ തുളസിച്ചായ കുടിക്കുകയോ ചെയ്യുന്നത് ആത്മീയവും ശുദ്ധീകരണവുമായ സമ്പ്രദായത്തിലൂടെ തുളസിയെ ദൈനംദിന ജീവിതത്തിലേക്ക് സമന്വയിപ്പിക്കുന്നു.
വീടിനെ ശുദ്ധീകരിക്കുന്നതിനു പുറമെ ഹിന്ദുമതത്തിലും ചില ഗ്രീക്ക് ഓർത്തഡോക്സ് പള്ളികളിലും വിശുദ്ധ ജലം സൃഷ്ടിക്കാൻ തുളസി ആചാരപരമായി ഉപയോഗിക്കുന്നു. പാരിസ്ഥിതിക മലിനീകരണത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി ആഗ്രയിലെ മാർബിൾ കെട്ടിടമായ താജ്മഹലിനു ചുറ്റും ലക്ഷക്കണക്കിന് തുളസി ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ആസാമിൽ ആഘോഷിക്കുന്ന കതി ബിഹു ഉത്സവവേളയിൽ ആളുകൾ വീട്ടിലെ തുളസിച്ചെടിയുടെ ചുവട്ടിൽ മൺവിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നു. തായ് ഭാഷയിൽ കഫ്രാവോ എന്നറിയപ്പെടുന്ന വിശുദ്ധ തുളസിയുടെ ഇലകൾ തായ് പാചക രീതികളിൽ സാധാരണയായി ഉപയോഗിച്ചു വരുന്നു. ചില ഫ്രൈകളിലും അവർ ഇത് ചേർക്കുന്നുണ്ട്. അതുകൂടാതെ മാംസം, സീ ഫുഡ്, അരി എന്നീ ഭക്ഷണങ്ങളിലൊക്കെ വ്യത്യസ്ത തരത്തിൽ ഈ തുളസി തായ്ലൻഡുകാരും ഇന്ത്യൻ ഭക്ഷണ വിഭവങ്ങളിലും വ്യാപകമായി ഉപയോഗിച്ചു കണ്ടുവരുന്നു. ഇതിന്റെ ഇലകൾ ചായ, സൂപ്പ്, കറികൾ, മറ്റു പാചകങ്ങളിലുമൊക്കെ ഫ്രഷായോ ഉണക്കിയോ ചേർത്ത് കഴിക്കുന്നു. തായ്ലൻഡിൽ തുളസിയുടെ ചുവപ്പ് വകഭേദമാണ് വ്യാപകമായി ഉപയോഗിച്ചു വരുന്നത്. അവിടെ ഇതിനെ തായ ബേസിൽ, തായ് നാരങ്ങ തുളസി എന്നാണ് വിളിക്കുന്നത്. നൂറ്റാണ്ടുകളായി പ്രാണികളെ തുരത്താൻ ഇതിന്റെ ഉണങ്ങിയ ഇലകൾ സംഭരിച്ച് ധാന്യങ്ങളുമായി കലർത്തിയിരുന്നു. രോമാവൃതമായ കാണ്ഡത്തോടു കൂടിയ 30 മുതൽ 60 സെന്റിമീറ്റർ വരെ ഉയരത്തിൽ നിവർന്നു നിൽക്കുന്ന ധാരാളം ശാഖകളുള്ള ഒരു കുറ്റിച്ചെടിയാണ് തുളസി. ഇതിന്റെ ഇലകൾ പച്ചയോ പർപ്പിളോ നിറമാണ്. ഇലകൾക്ക് 5 സെന്റിമീറ്റർ നീളവും അണ്ഡാകാരമായ രൂപവും ചെറുതായി പല്ലുകൾ പോലുള്ള അരികുകൾ ഉള്ളതുമാണ്. ഇവയ്ക്ക് ശക്തമായ മണമുള്ളതും ഇതിൽ പർപ്പിൾ നിറത്തിലുള്ള പൂക്കളും ഉണ്ടാകുന്നു. ചെടി മൂപ്പെത്തിയാൽ ഇതിന്റെ ഇലകൾ ആവശ്യാനുസരണം വിളവെടുക്കാം. അവശ്യ എണ്ണയ്ക്കായി ഇലകൾ വിളവെടുക്കുകയാണെങ്കിൽ കഴിയുന്നതും രാവിലെ തന്നെ ശേഖരിക്കേണ്ടതാണ്. ഭക്ഷണാവശ്യത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ ഇലകൾ പച്ചയായോ ഉണങ്ങിയോ ചേർക്കാം. ഊഷ്മളമായ ഉഷ്ണമേഖലാ കാലാവസ്ഥയിലാണ് ഇത് നന്നായി വളരുന്നത്. ധാരാളം സൂര്യപ്രകാശമുള്ള നല്ല നീർവാർച്ചയുള്ള മണ്ണിൽ ഇത് തഴച്ചു വളരുന്നു. 6 മുതൽ 7.5 വരെയുള്ള ഓപ്റ്റിമൽ pH ലെവലിലാണ് ഇത് നന്നായി വളരുന്നത്. ഇത് അല്പം അമ്ലവും നിഷ്പക്ഷവുമാണ്. എന്നാൽ പതിവായി നനവ് ആവശ്യമുള്ള ഒരു ഹാർഡി സസ്യമാണിത്. ഇത് വീട്ടിനകത്തോ ചട്ടിയിലോ പാത്രത്തിലോ ഒക്കെ വളർത്താം. തുളസി ഒരു ഹാർഡി സസ്യമാണെങ്കിലും ഇതിന്റെ മൊത്തത്തിലുള്ള വളർച്ചയ്ക്കും ആരോഗ്യത്തിനും വളം നൽകുന്നത് നല്ലതാണ്. ഇത് നടുന്നതിന് മുൻപ് കമ്പോസ്റ്റോ അഴുകിയ ചാണകം പോലുള്ള ജൈവവസ്തുക്കൾ മണ്ണിൽ ചേർക്കുക. ഇത് ആവശ്യമായ പോഷകങ്ങൾ നൽകുകയും മണ്ണിന്റെ ഘടന മെച്ചപ്പെടുത്തുകയും ചെയ്യും. 5ന്റെയോ 10ന്റെയോ തുല്യ അനുപാതത്തിലുള്ള നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം മിക്സായ NPK സമീകൃത വളം ഉപയോഗിക്കുക. വളരുന്ന സീസണിൽ 4 or 6 ആഴ്ചയിലൊരിക്കൽ വളപ്രയോഗം നടത്തുക. ഇലകളും തണ്ടുകളുമായുള്ള വളത്തിന്റെ സമ്പർക്കം ഒഴിവാക്കി ചുവട്ടിൽ വളം നൽകുക. പോഷകങ്ങൾ മണ്ണിലേക്ക് തുളച്ചു കയറാൻ സഹായിക്കുന്നതിന് വളപ്രയോഗത്തിന് ശേഷം ചെടി നന്നായി നനയ്ക്കുക. ഓർഗാനിക് വളമാണ് നൽകുന്നതെങ്കിൽ കമ്പോസ്റ്റ് ചെടി, കടൽ പയൽസത്ത്, മീൻ എമൽഷൻ പോലുള്ള ജൈവ വസ്തുക്കൾ ഉപയോഗിക്കുക. ഇലകളുടെ മഞ്ഞ നിറം ചെടിയുടെ വളർച്ചാ മുരടിപ്പ് പോലുള്ള പോഷകങ്ങളുടെ ശോഷണമോ അതുപോലുള്ള ലക്ഷണങ്ങൾക്കായി ചെടിയെ നിരീക്ഷിക്കുക. ചെടികളുടെ പ്രതികരണശേഷി അടിസ്ഥാനമാക്കി വളപ്രയോഗം ക്രമീകരിക്കുക. തുളസിച്ചെടിയെ ബാധിക്കുന്ന കീടങ്ങളും രോഗങ്ങളും മുഞ്ഞ, വെള്ളീച്ച, ചിലന്തിക്കാശ്, വിഷമഞ്ഞ്, ബാക്ടീരിയൽ ഇലപ്പുള്ളി, കൂപ്പൽ, ഫ്യുസേരിയ വാട്ടം എന്നിവയാണ്. ഇവയുടെ നിയന്ത്രണവും പരിപാലനവും വിശദമായി അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ പ്ലാന്റിംഗ് ആൻഡ് കെയർ പേജ് സന്ദർശിക്കാം. വിത്ത് മുളപ്പിച്ചോ പ്രായപൂർത്തിയായ തൈകളിൽ നിന്ന് തണ്ട് വെട്ടിയെടുത്ത് മണ്ണിലോ വെള്ളത്തിലോ ഇട്ട് വേര് പിടിപ്പിച്ചും പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കാം. ഉൽപാദന പ്രക്രിയയുടെ വിശദ വിവരങ്ങൾ അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ ഡിഫറന്റ് പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന പേജ് സന്ദർശിക്കുകയോ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി വാട്സാപ്പിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. ഈ പേജുകളുടെ ലിങ്കും പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവിന്റെ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആഗോള രോഗാവസ്ഥയ്ക്കും മരണനിരക്കിനും പ്രധാന കാരണം ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട വിട്ടുമാറാത്ത രോഗങ്ങളാണ്. ആരോഗ്യകരമായ ജീവിതശൈലിയിലും അഡോപ്റ്റോളജിക് സസ്യങ്ങളുടെ പതിവ് ഉപയോഗത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആയുർവേദത്തിലൂടെ അവയിൽ പലതും പരിഹരിക്കാൻ കഴിയും. ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ ഔഷധ സസ്യങ്ങളിലും വെച്ച് പ്രധാനപ്പെട്ടതാണ് തുളസി. ശാസ്ത്രീയ ഗവേഷണങ്ങൾ ഇപ്പോൾ അതിന്റെ ഗുണഫലങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഫാർമക്കോളജിക്കൽ പ്രവർത്തനങ്ങളുടെ സവിശേഷ സംയോജനത്തിലൂടെ തുളസിക്ക് ശാരീരികവും രാസപരവും ഉപാപചയവും മാനസികവുമായ സമ്മർദ്ദം പരിഹരിക്കാൻ കഴിയുമെന്നതിന് ഇന്ന് വളരെയധികം തെളിവുകളുണ്ട്. വ്യാവസായിക മലിനീകരണം, ഖനലോഹങ്ങൾ എന്നിവയിൽ നിന്നുള്ള രാസസമ്മർദ്ദത്തിൽ നിന്ന് അവയവങ്ങളെയും ടിഷ്യൂകളെയും തുളസി സംരക്ഷിക്കുന്നതായി കണ്ടെത്തി. നീണ്ട ശാരീരികാധ്വാനം, ഇസ്കെമിയ, ശാരീരിക നിയന്ത്രണം, തണുപ്പും അമിതമായ ശബ്ദം എന്നിവയിൽ നിന്നുള്ള ശാരീരിക സമ്മർദ്ദം, രക്തത്തിലെ ഗ്ലൂക്കോസ്, രക്തസമ്മർദ്ദം, ലിപ്പിഡ് അളവ് എന്നിവ സാധാരണ നിലയിലാക്കുന്നതിലൂടെയും മെമ്മറിയിലും വൈജ്ഞാനിക പ്രവർത്തനത്തിലും പോസിറ്റീവ് ഇഫക്റ്റുകൾ നിർമ്മിച്ചു മാനസിക പിരിമുറുക്കത്തിൽ നിന്ന് ആങ്സിയോലൈറ്റിക്, ആന്റി പ്രസന്റ് ഗുണങ്ങളിലൂടെയും തുളസി ഉപാപചയ സമ്മർദ്ദത്തെ പ്രതിരോധിക്കുമെന്ന് തെളിയിച്ചിട്ടുണ്ട്. തുളസിയുടെ ബോഡ് സ്പെക്ട്രം, ആന്റി മൈക്രോബയൽ പ്രവർത്തനം ഇവയൊക്കെ മനുഷ്യർക്കും മൃഗങ്ങൾക്കും വളരെ നല്ല ആരോഗ്യകരമായ അവസ്ഥ സൃഷ്ടിക്കുന്നു. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ഇത് ഹാൻഡ് സാനിറ്റൈസർ, മൗത്ത് വാഷ്, വാട്ടർ പ്യൂരിഫയർ, മൃഗങ്ങളെ വളർത്തൽ, മുറി ഉണക്കൽ, ഭക്ഷ്യവസ്തുക്കൾ, ഔഷധ സസ്യങ്ങൾ എന്നിവയുടെ സംരക്ഷണം ഇവയൊക്കെ തുളസി ഉപയോഗിക്കാം.
തുളസിക്ക് ചൂടും കയ്പും ഉള്ളതിനാൽ ആഴത്തിലുള്ള ടിഷ്യൂകളിലേക്കും വരണ്ട ടിഷ്യൂ സ്രവങ്ങളിലേക്കും തുളച്ചു കയറുകയും കഫവും വാതവും സാധാരണമാക്കുകയും ചെയ്യുന്നു. തുളസിയുടെ ദൈനംദിന ഉപയോഗം ഈ രോഗത്തെ തടയുകയും നല്ല ആരോഗ്യവും ക്ഷേമവും ദീർഘായുസ്സും നൽകുന്നു. ഇത് ദൈനംദിന ജീവിത സാഹചര്യങ്ങളെ നേരിടാൻ സഹായിക്കുന്നതോടൊപ്പം ത്വക്കിലെ നിറത്തിന് തിളക്കം, ശബ്ദത്തിൽ മാധുര്യം, സൗന്ദര്യം, ബുദ്ധിശക്തി, കരുത്ത്, ശാന്തമായ വൈകാരിക സ്വഭാവം എന്നിവ നൽകുന്നതിനും തുളസിക്ക് ആയുർവേദത്തിൽ നിർണായക സ്ഥാനമുണ്ട്. ഉത്കണ്ഠ, ചുമ, ആസ്മ, വയറിളക്കം, പനി, ഛർദിൽ, സന്ധിവാതം, നേത്രരോഗങ്ങൾ, ഒപ്താൽജിയ, ദഹനക്കേട്, വിള്ളൽ, ആമാശയ രോഗങ്ങൾ, ഹൃദയ സംരക്ഷണം, ജനനേന്ദ്രിയ വൈകല്യങ്ങൾ, പുറംവേദന, ത്വക് രോഗങ്ങൾ, പ്രാണികൾ മുതലായവയുടെ കടികൾ, അതോടൊപ്പം പാമ്പിന്റെയും തേളിന്റെയും കടിക്കുള്ള ഔഷധമായും മലേറിയയ്ക്കുള്ള പ്രതിവിധിയായും ഒക്കെ ഇത് ഉപയോഗിക്കുന്നു. ശക്തമായ അഡോപ്റ്റജൻ ആയി കണക്കാക്കപ്പെടുന്ന ഈ തുളസിക്ക് ക്ഷേമവും പ്രതിരോധശേഷിയും പ്രോത്സാഹിപ്പിക്കുന്ന ഫാർമക്കോളജിക്കൽ പ്രവർത്തനങ്ങളുടെ സവിശേഷമായ സംയോജനമുണ്ട്. അഡോപ്റ്റജൻ സസ്യം എന്ന ആശയം പാശ്ചാത്യ ശാസ്ത്രത്തിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ടെങ്കിലും ഇതിന് കഴിയുന്ന നിരവധി ഔഷധ ഗുണങ്ങൾ തുളസിയിലുണ്ടെന്ന് പാശ്ചാത്യ ശാസ്ത്രം വെളിപ്പെടുത്തിയിട്ടുണ്ട്. നൂറുകണക്കിന് ശാസ്ത്രീയ പഠനങ്ങൾക്ക് മൃഗങ്ങളിലും മനുഷ്യരിലും തുളസിയെ വിധേയമാക്കിയിട്ടുണ്ട്. ആന്റി മൈക്രോബിയൽ, ആന്റി ബാക്ടീരിയൽ, ആന്റി വൈറൽ, ആന്റി ഫംഗൽ, ആന്റി പ്രോട്ടോസോൾ, ആന്റി മലേറിയൽ, ആന്തൽമിന്റിക്, ആന്റി ഡയറഹിയൽ, ആന്റി ഓക്സിഡന്റ്, തിമിര വിരുദ്ധ, ആന്റി ഇൻഫ്ലമേറ്ററി, ഹീമോ പ്രിവെന്റീവ് എന്നിവയുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളുടെ സവിശേഷമായ സംയോജനമാണ് തുളസിയിലുള്ളതെന്ന് ഈ പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് കൂടാതെ റേഡിയോ പ്രൊട്ടക്റ്റീവ്, ഹെപ്പറ്റോ പ്രൊട്ടക്റ്റീവ്, ന്യൂറോ പ്രൊട്ടക്റ്റീവ്, കാർഡിയോ പ്രൊട്ടക്റ്റീവ്, ആന്റി ഡയബറ്റിക്, ആന്റി ഹൈപ്പർ കൊളസ്ട്രോളിമിയ, ആന്റി ഹൈപ്പർടെൻസീവ്, ആന്റി ഹാർഡിനോജനിക്, വേദന സംഹാരി, ആന്റി പൈററ്റിക്, അലർജി വിരുദ്ധ, ഇമ്മ്യൂണോ മോഡുലേറ്ററി, ആന്റി ട്യൂസിർ, ഡയഫോററ്റിക്, ആന്റി തൈറോയിഡ്, ആന്റി ഫെർട്ടിലിറ്റി, ആന്റി അൾസർ, ആന്റി എമറ്റിക്, ആന്റി സ്പാസ്മോഡിക് ഗുണങ്ങളും തുളസിക്കുണ്ട്. വിഷാംശം മൂലമുണ്ടാകുന്ന കേടുപാടുകളിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കുന്നതിന് തുളസിയുടെ കഴിവാണ് പല ശാരീരിക ഗുണങ്ങൾക്കും കാരണം. തുളസിയിൽ അടങ്ങിയിരിക്കുന്ന ഉയർന്ന ഫിനോളിക് സംയുക്തങ്ങളും ആന്റി ഓക്സിഡന്റ് ഗുണങ്ങളുമാണ് ഈ പ്രവർത്തനങ്ങൾക്ക് കാരണമാകുന്നത്. ശരീരത്തിലെ ഗ്ലൂട്ടാതയോൺ പോലുള്ള ആന്റി ഓക്സിഡന്റ് തന്മാത്രകളുടെ അളവ് വർദ്ധിപ്പിച്ച് സെല്ലുലാർ അവയവങ്ങളും ചർമ്മവും സംരക്ഷിക്കുന്ന സൂപ്പർ ഓക്സൈഡ് ഡിസ്മോട്ടസ്, കാറ്റലീസ് തുടങ്ങിയ ആന്റി ഓക്സിഡന്റ് എൻസൈമുകളുടെ പ്രവർത്തനം വർദ്ധിപ്പിച്ച് വിഷരാസപ്രേരിത പരുക്കുകളിൽ നിന്നും തുളസി സംരക്ഷിക്കുമെന്ന് ലബോറട്ടറി പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ്. വിഷസംയുക്തങ്ങൾ മൂലമുണ്ടാകുന്ന അർബുദങ്ങളെ തടയാനും തുളസി സഹായിക്കുന്നു. ഇതുമൂലമുണ്ടാകുന്ന കേടുപാടുകൾ മാത്രമല്ല, വിഷരാസവസ്തുക്കളെ നിർജ്ജീവമാക്കുകയും അവയെ സുരക്ഷിതമായി പുറന്തള്ളാൻ പ്രാപ്തമാക്കുകയും ചെയ്യുന്ന സൈറ്റോക്രോം P450 എൻസൈമുകൾ പോലുള്ള കരൾ ഡിറ്റോക്സിഫിക്കേഷൻ എൻസൈമുകളുടെ പ്രവർത്തനം വർദ്ധിപ്പിച്ചുകൊണ്ട് അവയെ കൂടുതൽ ഫലപ്രദമായി രൂപാന്തരപ്പെടുത്തുന്നതിനും ഇല്ലാതാക്കുന്നതിനും ശരീരത്തെ തുളസി പ്രാപ്തമാക്കുന്നു. ശരീരത്തിനകത്തുണ്ടാകുന്നതോ മൃഗങ്ങളോ സസ്യങ്ങളോ ഉൽപ്പാദിപ്പിക്കുന്ന പ്രകൃതിദത്ത വിഷവസ്തുക്കളിൽ നിന്നോ സംരക്ഷിക്കുന്നതിന് ഈ പ്രവർത്തനങ്ങൾ വളരെ പ്രധാനമാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ മലിനീകരണം, കീടനാശിനികൾ, ഫാർമസ്യൂട്ടിക്കൽ, ഹെവി ലോഹങ്ങൾ, റേഡിയേഷൻ എന്നിവയിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് ഈ ആധുനിക യുഗത്തിൽ ഈ ചെടി വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. ഇതുകൂടാതെ മനുഷ്യന്റെ പ്രവർത്തനത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട വ്യാവസായിക വിഷപദാർത്ഥങ്ങൾ ഉൾപ്പെടെ വിവിധ വിഷപദാർത്ഥങ്ങളുടെ ദോഷകരമായ ഫലങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള തുളസിയുടെ കഴിവും നിരവധി പരീക്ഷണ പഠനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉയർന്ന കൊഴുപ്പടങ്ങിയ ഭക്ഷണക്രമത്തിൽ രക്തപ്രവാഹത്തിൽ നിന്ന് അവയവങ്ങളെയും രക്തക്കൊഴലുകളെയും സംരക്ഷിക്കുന്നു. അതുപോലെ ഹ്യൂമൻ ക്ലിനിക്കൽ ട്രയലുകളിൽ തുളസി ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുകയും രക്തസമ്മർദ്ദവും ലിപ്പിഡ് പ്രൊഫൈലുകളും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നത് കൂടാതെ പ്രമേഹമുള്ള രോഗികളിൽ പല പ്രമേഹ ലക്ഷണങ്ങൾ കുറയ്ക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. തുളസിയുടെ ഗുണകരമായ ഉപാപചയ ഫലങ്ങൾ ഒന്നിലധികമാണ്. കരൾ, കിഡ്നി, പാൻക്രിയാറ്റിക് ഐലറ്റ് സെല്ലുകൾ എന്നിവയെ ഫ്രീ റാഡിക്കൽ നാശത്തിൽ നിന്നും സംരക്ഷിക്കുന്നു. അതോടൊപ്പം കരൾ പിത്തരസത്തിന്റെ സമന്വയം മെച്ചപ്പെടുത്തുന്നു. കരൾ ലിപ്പിഡ് സമന്വയം കുറയ്ക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇൻസുലിൻ സ്രവണം വർദ്ധിപ്പിക്കുന്നു. തന്മൂലം അതിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു. കൊളസ്ട്രോളിന്റെ അളവും വീക്കവും കുറയ്ക്കുന്നു. ഇതുകൂടാതെ മറ്റു പല ജന്തുരോഗകാരികൾക്കെതിരെയും ഈ ചെടിയുടെ ഔഷധമൂല്യം സജീവമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പശുക്കൾ, കോഴി, ആട്, മത്സ്യം എന്നിവയിലെ അണുബാധ കുറയ്ക്കാനും മറ്റു ജീവികളുടെ പരിപാലനത്തിലുള്ള ഔഷധമായും ഉപയോഗിച്ചു കണ്ടുവരുന്നു. ഇതുകൂടാതെ മൃഗങ്ങളിൽ മുറിവുണക്കാനും ഇതിന് കഴിവുണ്ട്. ജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന രോഗാണുക്കൾക്കെതിരെയുള്ള തുളസിയുടെ പ്രവർത്തനം വളരെ ഫലപ്രദമാണ്. ഭക്ഷ്യവസ്തുക്കൾ, ഔഷധ അസംസ്കൃത വസ്തുക്കൾ ഉൾപ്പെടെ ജലശുദ്ധീകരണത്തിനും ഇത് ഉപയോഗിക്കാമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അടുത്തതായി ഇതിന്റെ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു സവിശേഷത സ്ട്രെപ്റ്റോകോക്കസ് മ്യൂട്ടൻസിനെതിരായ പ്രവർത്തനമാണ്. അതായത് തുളസിയുടെ ബ്രോഡ് സ്പെക്ട്രം പ്രവർത്തനം ദന്തക്ഷയത്തിന് കാരണമാകുന്ന വായ്നാറ്റം, മോണരോഗം, വായ് വ്രണങ്ങൾ എന്നിവ ചികിത്സിക്കാനുള്ള ഹെർബൽ മൗത്ത് വാഷായും ഇത് ഉപയോഗിക്കാമെന്ന് ഗവേഷണങ്ങൾ നിർദ്ദേശിക്കുന്നു.
സ്പെക്ട്രോകോക്കസ് മ്യൂട്ടൻസിന്റെ അളവ് കുറയ്ക്കുന്നതിന് തുളസി ഉപയോഗിച്ച് വാ കഴുകുന്നത് 0.2%, ക്ലോർഹെക്സിഡന്റ്, ലിസ്റ്ററിൻ എന്നിവ പോലെ ഫലപ്രദമാണെന്നും തുളസിയുടെ ഹെർബൽ മൗത്ത് വാഷ് ക്ലിനിക്കൽ പരീക്ഷണത്തിൽ തെളിയിച്ചിട്ടുണ്ട്. യോഗ പോലെ തുളസിക്ക് ശാന്തമായ ഫലമുണ്ട്. ഇത് ചിന്തയുടെ വ്യക്തതയിലേക്ക് നമ്മെ നയിക്കുന്നു. ഒപ്പം ശാന്ത സ്വഭാവവും നമുക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ ആത്മീയ അവബോധം വളർത്താനും പല സംസ്കാരങ്ങളിലും ഇത് ആചാരപരമായ ഒരു അവിഭാജ്യ ഘടകമായി തീർന്നിരിക്കുന്നു. ചായയും കാപ്പിയും ഒക്കെ ആധുനിക ജീവിതത്തിലേക്ക് മേഞ്ഞു കയറിയിട്ടുണ്ടെങ്കിലും പരമ്പരാഗത ഇന്ത്യൻ ജീവിത ശൈലിയിൽ തുളസിക്കുള്ള പദവി ഇവയ്ക്കൊന്നിനും തന്നെ നേടാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ വീട്ടിൽ തുളസി ചെടിയുടെ കൃഷി ബഹുമാനവും മതപരവുമായ ആവശ്യങ്ങൾക്ക് മാത്രമല്ല, പ്രകൃതിയുടെ സൃഷ്ടിപരമായ ശക്തിയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. തുളസി ചെടി ഹിന്ദു മതത്തിന്റെ പരിധിക്കപ്പുറമുള്ള ഉപയോഗക്ഷമതയുള്ളതാണ്. പ്രകൃതി ലോകത്തിന്റെ രോഗശാന്തിക്കായി ആധുനിക ലോകത്തിന് നൽകിയ ഒരു സംഭാവനയാണ് തുളസി. ഇവയൊക്കെ പറയുമ്പോഴും ഇതിന്റെ പാർശ്വഫലങ്ങൾ നമുക്ക് വിശദമായി പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇത് മിക്ക ആളുകൾക്കും സുരക്ഷിതമാണ്, പക്ഷേ ചിലരിൽ ഓക്കാനം അല്ലെങ്കിൽ വയറിളക്കം പോലുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടായേക്കാം. തൈറോയിഡ് ഹോർമോണായ തൈറോക്സിന്റെ അളവ് കുറയ്ക്കുന്നതിലൂടെ ഇത് ഹൈ തൈറോയിഡിസത്തെ കൂടുതൽ വഷളാക്കും. രക്തം കട്ടപിടിക്കുന്നത് മന്ദഗതിയിലാക്കുന്നതിലൂടെ രക്തസ്രാവത്തിനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കും. അതുകൊണ്ട് ഇതുപോലുള്ള രോഗികൾ തുളസി സുരക്ഷിതമായി ഉപയോഗിക്കുക. മുൻപ് പറഞ്ഞതുപോലെ ഗുരുതരമായ പാർശ്വഫലങ്ങൾ ഒന്നുമില്ലെങ്കിലും ലാമിയസി അല്ലെങ്കിൽ പുതിന സസ്യ കുടുംബത്തിലെ ഏതെങ്കിലും സ്പീഷീസിനോട് അലർജിയോ സെൻസിറ്റീവോ ഉള്ള ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഗുരുതരമായ അലർജി പ്രതിപ്രവർത്തനങ്ങൾ ഇത് ഉണ്ടാക്കിയേക്കാം. അതായത് ശ്വാസതടസ്സം, ചൊറിച്ചിൽ, ചുണങ്ങ് എന്നിവയാണ് ആ ലക്ഷണങ്ങൾ. ഇതൊക്കെയാണെങ്കിലും 8 ആഴ്ചയിൽ കൂടുതൽ തുളസി കഴിക്കുന്നതിന്റെ സുരക്ഷയെക്കുറിച്ച് പഠിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സസ്യം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അലർജി പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ സസ്യം ഒഴിവാക്കുക. ഗർഭിണികളും മുലയൂട്ടുന്നവരും ഇത് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. മുൻപ് പറഞ്ഞ ചില പഠനങ്ങളിൽ മുതിർന്നവർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും ഗുരുതരമായ പാർശ്വഫലങ്ങൾ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആധുനിക ലോകത്തിലെ തുളസിയുടെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന് ഇതിന്റെ വ്യാപാര മൂല്യമാണ്. ജൈവ പാരിതസ്ഥിതിക കൃഷി രീതികൾ ഉപയോഗിച്ച് ഇതിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ആഗോള സമ്പദ് വ്യവസ്ഥ തന്നെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. അതിന്റെ പ്രധാന കാരണം ഇന്ത്യയെ പോലുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ വളരെയേറെ സാധ്യതയുള്ള ഒരു കൃഷിയാണ് തുളസി. അതോടൊപ്പം ഇതിന്റെ ധാരാളം ഇനങ്ങൾ ലഭ്യവുമാണ്. ഓരോന്നിനും ഓരോ രുചിയും ഗന്ധവും സവിശേഷതയുമാണുള്ളത്. അത് ഈ രാജ്യങ്ങളിൽ ഭക്ഷ്യസുരക്ഷ, ജൈവ കൃഷി, ഗ്രാമീണ ദാരിദ്ര്യം, പട്ടിണി, പാരിസ്ഥിതിക തകർച്ച, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കാർഷിക രംഗത്ത് ഒരു ഹരിത വിപ്ലവം എന്നതിൽ നിന്ന് പാരിതസ്ഥിതിക തീവ്ര വിപ്ലവം എന്നതിലേക്കുള്ള മാറ്റം അനിവാര്യമാണെന്ന തിരിച്ചറിവ് വർദ്ധിച്ചു വരികയാണ്. വളരെ വൈകുന്നതിനു മുമ്പേ ഉണരുക എന്ന തലക്കെട്ടിലുള്ള ഐക്യരാഷ്ട്രസഭയുടെ സമീപകാല രേഖകളിൽ ഇത് എടുത്തു കാണിച്ചിരിക്കുന്നു. ജനിതക മാറ്റം വരുത്തിയ ജീവികളുടെയും ഏകവിളകളുടെയും ഉപയോഗത്തിലുള്ള സ്കെയിൽ ഫാമിംഗ് പോലുള്ള പാരിസ്ഥിതിക കൃഷി രീതികൾ തുളസിക്ക് മാത്രമുള്ളതല്ലെങ്കിലും ഓർഗാനിക് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് തുളസി കൃഷിയിൽ ഇത് ഫലപ്രദമായി പ്രയോഗിച്ചു. അവബോധത്തിന്റെ വാഹനം എന്ന രീതിയിൽ സ്ഥാപിതമായ ഈ കമ്പനി ഇന്ത്യയിലെ ആയിരക്കണക്കിന് ജൈവ തുളസി കർഷകരുമായി ചേർന്ന് ബിസിനസ് പാരിതസ്ഥിതിക ശാസ്ത്രം നിർമ്മിക്കുന്നതിനായി പ്രവർത്തിക്കുന്നു. അതിലൂടെ ഗ്രാമീണ ഇന്ത്യൻ കർഷകർക്ക് അവരുടെ അന്തസ്സും നല്ല സുസ്ഥിരമായ ഉപജീവന മാർഗവും നേടാൻ കഴിയും. അതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള ഉപഭോക്താക്കൾ തുളസിയുടെ ഗുണങ്ങൾ ആക്സസ് ചെയ്യാൻ പ്രാപ്തമാകുന്ന രീതിയിലേക്ക് നാം മാറേണ്ടതായിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ധാരാളം സവിശേഷതകൾ വിശദമായ പഠനത്തിന് ശേഷം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഓരോ ചെടിയുടെയും മണ്ണിന്റെ ഘടനയും pH ലെവലും പറയുന്നുണ്ട്. അത് നിങ്ങളുടെ മണ്ണിന്റെ pH ലെവലുമായി താരതമ്യം ചെയ്ത് ഞങ്ങൾ പറയുന്ന വളപ്രയോഗത്തിന്റെ അളവിലും ക്രമത്തിലും ഓരോ പ്രാദേശിക സ്ഥലത്തെ കാലാവസ്ഥയും മണ്ണിന്റെ ഘടനയും അനുസരിച്ച് വ്യത്യാസങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടാവാം. അതിന് ഐവി പാരഡൈസിന്റെ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെടുകയോ നിങ്ങളുടെ നാട്ടിലുള്ള പരമ്പരാഗത കൃഷിമാർഗ്ഗങ്ങൾ അവിടെയുള്ള പരമ്പരാഗത കൃഷിക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് ചെയ്യുകയോ ചെയ്യാം. അതിലുപരി പരമാവധി പ്ലാന്റുകൾ കണ്ടെത്തി അത് നിങ്ങൾക്ക് മുന്നിലെത്തിക്കാനും ശ്രമിക്കുന്നു. അപൂർവങ്ങളായ ധാരാളം ചെടികൾ ഐവി പാരഡൈസിന്റെ ഷോപ്പിംഗ് സൈറ്റിൽ ലഭ്യമാണ്. അവ സൈറ്റിൽ നിന്നോ ഈ വീഡിയോയിൽ പറയുന്ന വാട്സാപ്പിൽ ബന്ധപ്പെട്ടോ വാങ്ങാവുന്നതാണ്. തുളസി ചെടിയുടെ സവിശേഷത, വളപ്രയോഗം, കീടങ്ങളും രോഗങ്ങളും, പാരമ്പര്യ വൈദ്യ ഉപയോഗം, ഭക്ഷ്യ ഉപയോഗം, പുനരുൽപാദനം, അതിന്റെ വ്യാപാര മൂല്യം എന്നിവ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടികളെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്ന് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.